ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി കൈവിട്ടുവെന്ന സൂചന. MLA സ്ഥാനം രാജിവെക്കാൻ സമ്മർദ്ദമേറുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറി. വിശദീകരിച്ച് വഷളാക്കരുത് എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പിന്മാറ്റം എന്നാണ് സൂചന. രാജി ആലോചനയിലേ ഇല്ല എന്നായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ MP സ്വീകരിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജി വേണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. AB ജയശങ്കറൊപ്പം സലിം മാലിക് എന്നിവർ ചേർന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, കോൺഗ്രസിനെ ആകെ ഉലച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. രാജിവെക്കണമെന്ന നിർദ്ദേശം അതും പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായി എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ് സലിം? അതിഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് വഷളാകേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടു എന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഒരാളുമായ ഒരു ടീമിനെ നയിക്കാൻ തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അത്രയും വലിയ കടുത്ത നിലപാട് VD സതീശൻ സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണ് വേണ്ടത്. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ CPIMന്റെ നിലപാട് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇനിയും പ്രതിരോധിക്കേണ്ടതില്ല എന്നുള്ളതും പറയുന്നുണ്ട്. കാരണം ഓരോ ദിവസവും ഒന്നിനു പുറകെ ഒന്നൊന്നായി ആരോപണങ്ങളുടെ പെരുമഴയാണ് വരുന്നത്. അതുകൊണ്ട് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നൊരു നിലപാടാണ് VD സതീശനുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും സമാന നിലപാടാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല തിരിച്ചടി ഉണ്ടാകും. അതിന് പകരം രാജിവെപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കാകെ ഗുണവും ഉണർവും ഉണ്ടാക്കുന്നൊരു തീരുമാനമാകും എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. മുൻ അനുഭവങ്ങളും മറ്റ് മുൻ MLA മാരുടെ കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിരോധം വിലപ്പോവില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോഴും ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ഒരു ആരോപണം ഉയരുകയും അതിന് പിന്നാലെ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്താൽ അതൊരു കീഴ്വഴക്കമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അപ്പോഴും അതിനും പ്രധാന നേതാക്കൾ പറയുന്നൊരു മറുപടി അത്തരത്തിലൊരു വെറും ആരോപണമല്ല ഉള്ളത്. പരാതിയില്ല എന്നതിൻ്റെ സാങ്കേതികത്വത്തിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കാനും കഴിയില്ല. പരാതി പോലും പറയാൻ കഴിയാത്ത നിലയിൽ ട്രോമയിലായ പെൺകുട്ടികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാങ്കേതികത്വം പറഞ്ഞ് തുടരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. മാത്രമല്ല ഇന്നത്തെ ഓരോ നേതാക്കളുടെയും ശരീരഭാഷയിലും സംസാരത്തിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കൈവിടുന്ന സൂചനയായിരുന്നു ഉണ്ടായിരുന്നത്. രാജി പരസ്യമായി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞത് ആ നിലയിലാണ്. രാജി വേണോ വേണ്ടയോ എന്നത് തൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല എന്നുള്ളതായിരുന്നു പറയുന്നത്. മാത്രമല്ല മുകേഷിനെ ഉയർത്തി ന്യായീകരിക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവും ശ്രമിച്ചില്ല. TN പ്രതാപനാവട്ടെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പൊതുസമൂഹത്തിലുള്ളവർ പൊതുജീവിതത്തിലും ഒപ്പം സ്വകാര്യ ജീവിതത്തിലും സൂക്ഷ്മത പാലിക്കണമെന്നുള്ളതായിരുന്നു TN പ്രതാപൻ സ്വീകരിച്ച നിലപാട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ അർത്ഥത്തിൽ പിന്തുണച്ച് രംഗത്തെത്തിയത് ഷാഫി പറമ്പിൽ മാത്രമാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനായി വാദിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മറ്റാരും രാഹുലിനൊപ്പം നിലവിലില്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ഏറ്റവും അവസാന നിമിഷം ആ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നിലും നേതാക്കളുടെ ഇടപെടലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സംസാരിച്ച് വഷളാക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട്. എന്നാൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത് 2 ദിവസത്തിനപ്പുറം നീണ്ടു നിൽക്കുന്ന വാർത്തയല്ല ഇത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ആരോപണം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജിവെപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിവാദം കെട്ടടങ്ങുകയും അത് ആ വഴിക്ക് പോവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ 2 അല്ല 3 അല്ല എത്ര ദിവസം ആയാലും കെട്ടടങ്ങാത്ത അത്രയും ആരോപണങ്ങളുടെ പെരുമഴ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന നിലയാണ് ഇപ്പോൾ നേതാക്കൾക്ക് തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇത് രാജിയോടുകൂടിയാണ് അവസാനിക്കുന്നതെങ്കിൽ അങ്ങനെ എന്നൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ അതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ഹൈക്കമാൻഡിനാണ് ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ആ നിലയിലുള്ള ഒരു അഭിപ്രായം കൂടി വന്ന സ്ഥിതിക്ക് കേരളത്തിലെ നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ച് നിലപാടെടുക്കാം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഒരു MLA ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ FIR ഇല്ലാതെ തന്നെ രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തൽ
നിലവിലുണ്ട്. മാത്രമല്ല അതിനിടയിൽ ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ തന്നെ അബിൻ വർക്കിയെ ലക്ഷ്യമിട്ട് ചില രാഹുൽ വിഭാഗം രംഗത്തെത്തിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പുറത്തെത്തിച്ചത് അബിൻ വർക്കിയാണ് എന്നുള്ളതായിരുന്നു ആരോപണം. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കുന്നത് തടയാനുള്ള നീക്കമായിരുന്നു. പക്ഷേ അതും തിരിച്ചടിക്കുകയാണ് രാഹുൽ വിഭാഗത്തിന് എന്നുള്ളതാണ്. കാരണം രാഹുൽ ചെയ്തതിന്റെ പാപഭാരം മറ്റുള്ള നേതാക്കളുടെ തലയിലേക്ക് കൂടി ഇടുന്ന സാഹചര്യമാണ്. സലീം ഇപ്പോൾ സൂചിപ്പിച്ചതിൽ പുതിയൊരു വാർത്ത വരുന്നു. അതായത്